ഹലോ മൈ ഡിയർ ഫ്രണ്ട്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്. നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയ ആ ഒരു ദിനങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മുഹൂർത്തങ്ങൾ, ഇതെല്ലാം നന്നായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയോട് കൂടി തന്നെ ഇരുന്ന് വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Eight of Wands, Queen of Cups, Temperance, the Sun energy, Chariot, Seven of Swords, Ten of Swords, Nine of Pentacles, Five of Swords, Five of Wands, the Wheel of Fortune, Ace of Cups, Three of Cups, Knight of Wands, Six of Pentacles, the Hanged Man, Eight of Swords, Page of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇറങ്ങിപ്പോയ വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ ഇട്ടിട്ട് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോക്ക് ഔട്ട് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. വലിയ രീതിക്ക് ചീറ്റ് ചെയ്തൊരു വ്യക്തികളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് നിരന്തരമായിട്ട് കളവുകൾ പറയുക, നിങ്ങൾ അതേപ്പറ്റി ചോദിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇവരെ ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചേസിങ് മെന്റാലിറ്റി ഒക്കെ നിർത്തിയിരിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി വിട്ടിട്ട് പോയിട്ടല്ല, നിങ്ങൾക്ക് ആ ഒരു ചേസ് ചെയ്ത് പോയിട്ടും നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വന്നപ്പോൾ മനസ്സ് നിറയുന്ന വേദനയോടുകൂടി പിൻവാങ്ങിയ വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പിലാണ്. ഇവരെന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ അന്വേഷിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരും എന്നൊക്കെയുള്ള രീതിക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് കപ്സും അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണിത്. അപ്പൊ എന്താണ് ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. അതോടൊപ്പം ഇവര് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന എനർജി, ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമുക്കിവിടെ കാണിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 8 of Wands ആണ്. കമ്മ്യൂണിക്കേഷൻ എനർജി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം സ്പീഡിലാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു മാറിപ്പോയത്
അത്രത്തോളം സ്പീഡിൽ തന്നെ ഇവരിപ്പോ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ wheel of fortune വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കർമ്മയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ചുറ്റിനും ഒത്തിരി ആളുകളുള്ള ഒരു person ആണ്. ഇവര് ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായ ഒരു അഡിക്ഷൻ, ഒരു അട്രാക്ഷൻ ഇതൊക്കെ വന്നിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരായിരിക്കാം. ഇവർ എങ്ങോട്ടാണ് പോയതെന്നുണ്ടെങ്കിലും അവിടെ അവർക്കൊരു കർമ്മ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ അത്രയ്ക്കധികം വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന വ്യക്തികൾ, ഫൈവ് ഓഫ് wands തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് വലിയ രീതിക്ക് ഒരു ചതി ആ ഒരു വ്യക്തികളിൽ നിന്നും നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ എന്താണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇവർ എന്ത് പ്രവർത്തിച്ചിട്ടാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്, അതേ രീതിയിലുള്ള അനുഭവം ഇവർക്കും ഇവരുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സണ് അവരുടെ തെറ്റുകൾ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മനസ്സിലാവുന്നത് എന്നുള്ള പറയുന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിച്ച് ഈ ഒരു യൂണിവേഴ്സ് അവരെ കൊടുത്തിരിക്കുന്നത്. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം പാടുപെടുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ തകർന്നു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അതൊന്നും പുറത്തേക്ക് അറിയാതെ ഒരുപക്ഷെ നിങ്ങൾ അവർ വിഷമിക്കുന്നതോ അല്ലെങ്കിൽ അവർ ഈ ഒരു ചതിയിൽ അകപ്പെട്ടിരിക്കുന്നതോ ഒക്കെ അറിയരുത് എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു വാല്യൂ, അവരുടെ ഒരു വില കംപ്ലീറ്റ്ലി അവിടെ പോകുമല്ലോ എന്നൊരു ചിന്ത തന്നെയായിരിക്കാം അവരുടെ ആ ഒരു ഇമോഷൻ കൺട്രോളിങ്ങിന്റെ മെയിൻ കാരണം. കാരണം നിങ്ങളെ വേദനിപ്പിച്ച് പോയത് കൊണ്ടിട്ട് ഇവർക്ക് ഈ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്കുള്ളിൽ ആ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കുറച്ചധികം ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഇമോഷൻസ് കാണിക്കാതെ നിയന്ത്രിച്ച് പിടിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം വീക്കാണ്. എല്ലാ രീതിക്കും ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നുണ്ട്, ചിന്തിച്ച് കൂട്ടുകയാണ് ഓരോ കാര്യങ്ങളിലും. അപ്രതീക്ഷിതമായിട്ട് ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികപരമായ തിരിച്ചടി ആയിട്ടാണ് ഈ ഒരു സമയത്ത് മാറിയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഇതിങ്ങനെ ഒരു സൈക്ലിംഗ് മെത്തേഡിലൂടെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വന്നിട്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു പ്രായം കുറഞ്ഞ വ്യക്തികളാവില്ല. കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല മെച്യൂരിറ്റി അല്ലെങ്കിൽ ജീവിതമൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എങ്കിലും ഇവരുടെ ഉള്ളിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇവര് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് അകപ്പെടും. പ്രലോഭനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരെ പെട്ടെന്ന് സ്വാധീനിക്കാനൊക്കെ പറ്റും. ഇവിടെ നിങ്ങളിൽ നിന്ന് ഇവർ പോയിരിക്കാനുള്ള കാരണം തന്നെ ചിലപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അട്രാക്ഷൻ, അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം പോയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഇമോഷൻസ് വെച്ചിട്ട് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ഒരു രീതിയൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ചിന്തിച്ച് കൂട്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ഈ ഒരു തിരിച്ചടി കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ അതേ സ്പീഡിൽ തന്നെ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം അവരുടെ ഫീലിങ്സ് അവരിപ്പോ പുറത്തേക്ക് കാണിക്കാതിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആവണം. നിങ്ങളോട് മാത്രമായിട്ട് എല്ലാം ഏറ്റു പറയാനുള്ള ഒരു മനസ്സിലാണ് ഇവർ നിൽക്കുന്നത്. അതോടൊപ്പം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു വേദന ഈ ഒരു യൂണിവേഴ്സ് അതിൻ്റെതായ ഒരു ടൈമിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് അനുഭവഭേദ്യമായിരിക്കുന്നത്. അതായത് നിങ്ങൾ അനുഭവിച്ച പെയിൻ ഇവരും അനുഭവിക്കുന്നു. അതിലൂടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു മാനസിക വേദന തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് ഇവരിപ്പോ അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ കാർഡ് എന്ന് പറയുമ്പോഴേക്കും അവരായിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ പോലും ഈഗോ കാര്യങ്ങൾ അവർക്കൊരു ആശയക്കുഴപ്പത്തിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്നും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്നും അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിനെ എല്ലാ രീതിക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുമാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൈയൊഴിയാൻ പാടില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനെ ഒരിക്കലും വിട്ട് പൂർണ്ണമായിട്ടും കളയരുത്. നിങ്ങൾക്കൊരു ചതി നൽകിയതിനൊക്കെ ഇവർക്ക് ഇപ്പൊ ഒരുപാട് കുറ്റബോധമുണ്ട്. കുറ്റബോധത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്.
ഒരുപാട് തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്തിരിക്കുന്നത്. അട്രാക്ഷന്റെ ഭാഗം കൊണ്ടാണ് പോയിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതിന്റെ കാരണം എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികൾ മാത്രമല്ല, ഇമോഷൻസ്, ഫാമിലി, എന്ത് വേണമെങ്കിലും ആകാം. എന്താണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ ഒരു ബന്ധത്തില് ഒരു ഉയർച്ച കൊണ്ടുവരണം, ഒരു വളർച്ച കൊണ്ടുവരണം. എല്ലാ രീതിക്കും അതൊന്ന് ബ്രൈറ്റ് ആക്കി കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചിരുന്നെങ്കിൽ സ്വയമേ അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിക്കും എഫേർട്ട് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോകുന്നത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻസ് ഒന്ന് എന്ന് പറയുന്നത് അവരകപ്പെട്ടിരിക്കുന്ന ചതി നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് മാക്സിമം ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞൊന്നും അത് അറിയരുത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം എല്ലാ രീതിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഉറക്കമില്ലാതെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന എനർജിയാണ് കാണുന്നത്. അവർക്ക് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ട് ആ ഒരു രീതിയല്ല ഇവർ ചിന്തിക്കുന്നത്. ഇവർക്ക് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആവണം. ആ ഒരു ക്ഷമാപണം ഇവർക്ക് തന്നെ നിങ്ങളിലേക്ക് നടത്തുകയും വേണം. ആ ഒരു രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. തീർത്തും ഇപ്പൊ ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് ആക്ച്വലി. എന്നുവെച്ചാൽ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നൊക്കെയാണ് തിരിച്ചടികൾ നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. ഇവർക്ക് ഇവരുടെ ലൈഫിൽ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയി പോയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതുപോലെ ഇവരായിട്ട് തന്നെ നിങ്ങൾക്കും അതേ സാഹചര്യമാണല്ലോ ഇപ്പോ വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോ നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് ഇവർ നിൽക്കുന്നത്. എങ്കിലും ആ ഒരു വേദനകൾക്കൊക്കെ ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അർഹമായ സ്നേഹം നൽകണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങളോട് ചെയ്തത് വലിയ രീതിയിലുള്ള ഒരു അപരാധം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആരും തന്നെ ഇല്ലായിരിക്കാം. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഒത്തിരി സന്തോഷിച്ച വ്യക്തികളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രയും ഹാപ്പി ആയിരുന്നിരിക്കാം ഈ ഒരു പേഴ്സന്റെ ആ ഒരു കടന്നുവരവില്. പക്ഷേ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാ രീതിക്കും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ വേദനിച്ച ആ ഒരു നിമിഷങ്ങളും ആ ഒരു കരഞ്ഞു തീർത്ത ദിനങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാത്രം അറിയാം. അതോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവിക ശക്തിക്കും ഈ ഒരു യൂണിവേഴ്സൽ പവറിനും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന്റെ ഒരു ഫലം തന്നെയാണ് ഈ ഒരു സമയം ഈ ഒരു പേഴ്സണിലേക്ക് കർമ്മയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അത്രയും വിശ്വസിച്ച വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളെക്കാൾ മുന്നേ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഇവർക്ക് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചതി ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യലി ഒക്കെ ഈ ഒരു പേഴ്സണ് വളരെയധികം ഒരു ലോസ് ഉണ്ടായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇവരുടെ ട്രസ്റ്റ് തന്നെയാണ് ഇവിടെ ബ്രേക്ക് ആയി പോയിരിക്കുന്നത്. അപ്പൊ ഇവർ അത്രയും മനസ്സറിഞ്ഞ് സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിലൂടെ ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവര് നിങ്ങളോട് കാണിച്ച ആ ഒരു അന്യായം ഇവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം തിരിച്ചറിയുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർ ചെയ്തതിന്റെ തന്നെയാണ് ഇവർക്ക് തിരിച്ചടിയായിട്ട് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു സമയം നിങ്ങളിപ്പോ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് കയറിയിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചേസ് ചെയ്ത് പുറകെ പോകുമ്പോ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള എനർജിയിൽ കുറവാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആവുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു കരിയറിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം റെസ്പെക്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം ഒരു നഷ്ടബോധവും കുറ്റബോധവും അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ വെളിച്ചം എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. വളരെയധികം ഒരു പെയിൻഫുൾ ആയ എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയിലാണ് ഈ ഒരു വ്യക്തി നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും അത് ട്രസ്റ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ വ്യക്തി സാന്നിധ്യമോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം സ്വയം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ തീരുമാനം. ഇമോഷണലി ഇവർ നിങ്ങളിലേക്ക് വളരെയധികം കണക്ട് ആവുന്നുണ്ട്. അതുപോലെ ഇവരുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിപ്പോ ഇവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചേർത്ത് നിർത്തേണ്ട കൈകൾ എന്ന് പറയുന്നത് നിങ്ങളാണ്.
അതായത് ഇവരുടെ ലൈഫിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണെ ഇവര് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മുഖം തന്നെയാണ് ഇവർക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്കൊരു കുറ്റബോധം ഭയങ്കരമായിട്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഏറ്റു പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഇവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാകും. അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇവരോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു, അതെല്ലാം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇനി ഒരിക്കലും ഒരു സമയം പാഴാക്കാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇനിയിപ്പോ മാറ്റി നിർത്താനോ ഒന്നും തയ്യാറാവാതെ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഇതുവരെ ഇവർ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊന്നും കാണിക്കാതെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിങ്ങളെ അവഗണിക്കേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അവഗണന ഇവരുടെ ലൈഫിൽ ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിലൂടെ ഇവർ തിരിച്ചറിയുമ്പോൾ ഇനി ആ ഒരു കെട്ടുകൾ ഒന്നും തന്നെ കെട്ടിയിടാൻ പാടില്ല. അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നെ ഇടണം. കാരണം genuine ആയിട്ടുള്ള ഒരു സ്നേഹം നൽകിയിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് അവരുടെ ലൈഫിൽ. മറ്റുള്ള വ്യക്തികളിൽ നിന്നെല്ലാം അവർക്ക് ചതിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവർ എല്ലാ രീതിക്കും ഓപ്പൺ ആവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്ട് ആവുന്ന എനർജി തന്നെയാണ് കാണുന്നത്. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകുക, അത് മറ്റാർക്കും ഇനി പോകരുത്. വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലാണ് ഒരു പുതിയ തുടക്കം വേണ്ടത്. ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് പാസ്റ്റ് ഒരു രീതിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രസന്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ എഫക്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിക്ക് തന്നെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു കോംപ്രമൈസിൽ എത്തിച്ചതിന് ശേഷം തന്നെ വേണം റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ആ ഒരു രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. ഹേർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് കുറ്റബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇവർക്കൊരു ഹീലിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം മാറുന്ന ഒരു അവസ്ഥ. മറ്റുള്ള വ്യക്തികൾ പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ പുറകെ ചേസ് ചെയ്ത് പോയിരിക്കുന്നത് കൊണ്ടിട്ടോ അല്ല ഇവരിപ്പോ നിങ്ങളെ ആ ഒരു കണക്ഷനിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഇവർ സ്വയം ഇവരുടെ ലൈഫിൽ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു കർമ്മ അവർക്ക് നേരിട്ട് സ്വയം മാറുന്ന എനർജിയിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു genuine ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് നൽകുക എന്നുള്ള മെന്റാലിറ്റിയിൽ തന്നെയാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര സ്പീഡിലാണോ ഇവർ നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത് അത്രയും സ്പീഡിൽ ഇപ്പോ അവർ നിങ്ങളിലേക്കുള്ള യാത്രയാണ്. 3 of Wands നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പുഴയുടെ ഇക്കരെ ഇവർ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ അവർ ആ ഒരു വള്ളവുമായിട്ട്, അതായത് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ തന്നെയുള്ള പ്ലാനിങ്ങിലാണ്. അത് ഏത് രീതിയിൽ വേണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ, നേരിട്ട് കാണണോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ആയിരിക്കണോ, ആ ഒരു രീതിക്ക് ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം ഇവരിപ്പോ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെ പ്ലാനിങ് ആണെന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹോപ്പ് ഇവർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തെ നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുന്നത്. പുറമേ ഇവർ ഒരു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ എല്ലാവരുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഒരു രീതിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇമോഷൻ കൺട്രോളിംഗ് ആണ് അവർ വെച്ചിരിക്കുന്നത്. അവരുടെ ഇമോഷൻസ് ഒന്നും പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഉള്ളില് ഇവരുടെ ഉള്ളം വല്ലാതെ നീറുന്നുണ്ട്. നീറുന്ന വേദനയോടുകൂടി നിങ്ങളുടെ സ്നേഹത്തെ ഇവർ തിരിച്ചറിയുന്നുണ്ട്. പുറമേ അവർ എത്രത്തോളം കാണിച്ചില്ല എന്നുണ്ടെങ്കിലും ഉള്ളം നീറുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇവർ കടന്നു പോകുന്നത്. 5 of Pentacles വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഈ ഒരു പേഴ്സണെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു ഡിപ്രസ്ഡ് അവസ്ഥ, മനസ്സ് കൈവിട്ട് പോയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ എവിടെയാണോ നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ എന്ന് കരുതി ഇവർ പോയത് ആ ഒരു സ്ഥലം ഒന്നും തന്നെ അല്ല എന്നുള്ളത് ഇപ്പൊ ഇവര് തിരിച്ചറിയുകയാണ്. അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങളും ഇവരുടെ ചിന്താഗതികളും എല്ലാം തെറ്റായിരുന്നു. genuine ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ലൈഫിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും അല്ല ലൈഫിൽ. ഒരു സമയം ഒരു ഫിസിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീണ് കിടക്കുന്ന അവസ്ഥയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു സൗന്ദര്യത്തിന് പുറകെ പോയവരാണെന്നുണ്ടെങ്കിലും അത് അവിടെ തീരുമ്പോൾ ഇട്ടിട്ട് പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ മനസ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്നേഹം മാത്രം ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ്. genuine ആയിട്ടുള്ള ഒരു സ്നേഹം, സപ്പോർട്ട്, കെയറിങ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിപ്പോഴാണ് ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കാനും അർഹമായ കൈകൾ
അവരുടെ സ്നേഹം നൽകാനുള്ള അർഹമായ കൈകൾ നിങ്ങളുടേതാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇമോഷണലി അവര് വളരെയധികം വീക്ക് ആയിട്ടാണ് കാണുന്നത്. ഇവരൊരു ഹാപ്പി മൊമെന്റിലാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 75% നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരിപ്പോ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ രീതിയിൽ ഇവർക്ക് ലോസ് വന്നാലും ഇവർ അവിടെ നിങ്ങളെപ്പറ്റി ഓർമ്മകൾ വന്നിട്ടുണ്ട്, നിങ്ങളോട് കുറ്റബോധം തോന്നുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കണം. ആ ഒരു എനർജിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സ് തന്നെ ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ആ ഒരു തോറ്റു കൊടുക്കാതെ മുന്നോട്ടേക്ക് വിജയിച്ച് വരുമ്പോൾ അവരുടെ കൈകളിൽ ചേർത്ത് പിടിക്കേണ്ട കൈകൾ അത് നിങ്ങളുടെ തന്നെ ആയിരിക്കും. ഇനി മറ്റൊരു പേഴ്സണോ മറ്റൊരു സിറ്റുവേഷനോ ഒന്നും അവരുടെ ലൈഫിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം ഇവർ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതലായിട്ട് വാല്യൂ ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ തന്നെ ഒരു വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. ജീവിതത്തിനെ അവർ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥ രീതിയിൽ നോക്കി കാണാനായിട്ട് ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെടലും തിരിച്ചടികളും കാര്യങ്ങളും എല്ലാം ലൈഫിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു കർമ്മ ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ വളരെ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമോഷണലി അവർ നിങ്ങളിലേക്ക് വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതേ എനർജി അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്, പാർട്ട്ണർഷിപ്പ് എനർജി ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സ് പോലും ഈ ഒരു കർമ്മയുടെ രൂപത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. എന്തൊക്കെ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായിട്ടും അവസാനിച്ച് പോകേണ്ട ഒരു ബന്ധമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അത് പല സമയങ്ങളിലായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ വരിക, എത്രത്തോളം വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണെന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾ കണക്ട് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ്, യൂണിവേഴ്സൽ സയൻസ്, ഇതെല്ലാം നിങ്ങൾക്കും ഒരു ഹോപ്പ് നൽകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യിക്കുന്നവരാണോ ആ ഒരു ഇൻഡ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ സത്യമാവാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കാതെ ഇപ്പോഴും നിങ്ങളിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി ഇവിടെ ഇപ്പൊ സത്യമാകുന്ന ഒരു എനർജി ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ആയിട്ടും അവരുടെ തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 44, ബി എന്നൊരു ലെറ്റർ, ടി എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 10, ഒ എന്നൊരു ലെറ്റർ, പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ജൂൺ എന്നൊരു മന്ത്, എച്ച് എന്നൊരു ലെറ്റർ, മകയിരം, വിർഗോ, ജൂലൈ മന്ത്, 32, 22, 7 എന്നൊരു നമ്പർ, എം എന്നൊരു ലെറ്റർ, മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 36, ഒക്ടോബർ മന്ത്, പുണർദം, ഓഗസ്റ്റ് മന്ത്, ലാസ്റ്റ് ആയിട്ട് നവംബർ എന്നൊരു മന്ത് ആണ് വന്നിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ആക്ച്വലി ചിലവർ കമന്റ് ചെയ്യാറുണ്ട് ക്ലൂസ് എന്താണെന്നുള്ളത്. ക്ലൂസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ്. ക്ലൂസ് മാത്രമല്ല ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ആവാനായിട്ട്, റെസനേറ്റ് ആവാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലൂസ് വെച്ച് മാത്രമല്ല നിങ്ങളത് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വെച്ച് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.